അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാക്ക് ഒരു ഖാദിമത്തായ സേവകിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ മഹദിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരു ഖാദിമത്തായിരുന്നു ആ പെണ്ണ്. അവളൊന്നും ആഗ്രഹിക്കുകയാണ് മഹദിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് താല്പര്യപ്പെടുമ്പോഴും റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ അതൊന്നും സമ്മതിക്കുന്നില്ല. കാരണം കൂടുതൽ രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ അള്ളാഹുവിൻ്റെ ചിന്തകൾ മറന്നുപോകുമോ, ദുനിയാവിലേക്ക് അടുത്തുപോകുമോ എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനൊന്നും ഈ ഖാദിമത്തായ പെണ്ണിനോട് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയോട് കുറേ സമ്മതങ്ങളൊക്കെ ചോദിക്കുന്നു, ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ സേവകി ഈ പെണ്ണ് മഹദിയോട് ചോദിച്ചു, ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കറി ഉണ്ടാക്കി തരാൻ വേണ്ടി അതിൽ ഞാൻ ഉള്ളി ഇട്ട് തരട്ടെയോ? ഉള്ളി ഇട്ട് തന്നാലല്ലേ ഒരു കരിക്കൊരു രുചിയുണ്ടാവുകയില്ലോ, ഇല്ലെങ്കിൽ രുചിയുണ്ടാവൂലല്ലോ. ഇന്ന് വരെ നിങ്ങൾ ഉള്ളി ഇടാൻ സമ്മതിക്കൂലല്ലോ. അപ്പോൾ ഞാൻ അടുത്തുള്ള വീട്ടുകാരോടൊന്നൊന്ന് ചോദിച്ച് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി, ഒരു വിഭവം ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തരട്ടെയോ എന്ന് മഹദിയോട് ചോദിച്ചപ്പോൾ, ചോദിച്ചേ ചെയ്യാൻ പറ്റൂല, കാരണം ചോദിച്ചില്ലെങ്കിൽ ഈ സ്ത്രീയോട് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെടും. അങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല. ആരോടും ചോദിക്കാൻ പാടില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റബ്ബ് നമുക്ക് തരും എന്നുള്ള ചിന്താഗതിയായിരുന്നു റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. അതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ മഹദി സമ്മതിക്കാത്തതുകൊണ്ട് ഈ സേവക് എന്നും പാചകം ചെയ്യും പോലെ, എന്നും കരി ഉണ്ടാക്കുന്നത് പോലെ ഉള്ളിയൊന്നും ഇടാതെ അവിടുന്ന് കരി ഉണ്ടാക്കുകയാണ്. അത്ഭുതം എന്ന രീതിയിൽ സേവക് ഇങ്ങനെ കരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എവിടുന്നോ ഒരു പക്ഷി ഓടിയെത്തി നല്ല തൊലിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ഉള്ളി ഈ പെണ്ണ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നിട്ടു. ആ പക്ഷി എവിടേക്കോ കൊണ്ടുപോകുന്നത് അതിൻ്റെ കൊക്കിൽ നിന്നോ അതിൻ്റെ കയ്യിൽ നിന്നോ തെറിച്ച് താഴെ വീണു. ഇത് കണ്ടപ്പോൾ ഈ സേവകയ്ക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം നേരത്തെ പറഞ്ഞതാ, ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹു കൊണ്ടുതരുമെന്നല്ലേ. അപ്പൊ ഈ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം കറാമത്തുകളൊക്കെ അനുഭവപ്പെട്ട ഈ സ്ത്രീക്ക് ഇത് അല്ലാഹു തന്നെ നൽകിയ ഒരു നിയമത്താണെന്ന് പറഞ്ഞ് ഇനിത് ചോദിക്കേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ ഉള്ളി ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് പാചകം ഉണ്ടാക്കുകയാണ്. പാചകങ്ങളൊക്കെ ഇഞ്ഞതിൻ്റെ ശേഷം റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് അതിശയപ്പെടുകയാണ്. ഈ പെണ്ണോട്, സ്ത്രീയോട് ദേഷ്യപ്പെടുകയാണ്. നിന്നോടല്ല ഞാൻ പറഞ്ഞത് ഉള്ളി ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ഇത് എവിടുന്നാണ് വന്നത്, ആരോടാണ് ചോദിച്ച് വാങ്ങിയത്, എന്തിനാണ് ചോദിച്ച് വാങ്ങിയത്, നിങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവിടുന്ന് ആ സേവകി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഞാൻ ആരോടും ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ഇഖ്ലാസിന് വേണ്ടി, നിങ്ങൾ അല്ലാഹുവിനോട് തവക്കുൽ ചെയ്തതിന് വേണ്ടി റബ്ബ് നിങ്ങൾക്ക് കൊണ്ടുവന്നതാണ്, ഇങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയം. ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു സന്ദർഭം നമ്മളെ ജീവിതത്തിൽ നടന്നു എന്ന് നാം സങ്കല്പിക്കുക. നമ്മൾ ആ സമയത്ത് എന്താ ചിന്തിക്കുക? ഇതിൻ്റെ കറാമത്താണ്, എനിക്ക് അല്ലാഹു കൊണ്ടു തന്നതാണ് എന്നല്ലേ ചിന്തിക്കുക. ആ മഹദി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും കൂടി ചൂടാവുകയാണ്, ഒന്നും കൂടി ദേഷ്യപ്പെടുകയാണ്. അവിടുന്ന് പറയാണ്, എൻ്റെ കറാമത്തൊന്നും ആണെന്നും ചിന്തിച്ചതല്ല, ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണയാണ്. ദുനിയാവിനെ വിടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ഉദ്ദേശിച്ചാൽ എങ്ങനെയും തരാൻ പറ്റും, പക്ഷേ അതൊക്കെയും ഒഴിവാക്കിയിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണയാണ്, ഇത് അല്ലാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി
കൊണ്ടിട്ടതാണ് ഈ ഉള്ളി. എങ്ങനെ കൊണ്ടുവന്നിട്ടും അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനൊരു പരീക്ഷണം ചെയ്തത്. അങ്ങനെ വന്നിട്ട് പോലും നാം അത് ഉപയോഗിക്കാതിരുന്നാലാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമെന്ന് റാവിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് ആ ഭക്ഷണം ആകെ മൊത്തം വൈമാക്കി അതൊന്നൊരൽപ്പം പോലും അവിടുന്ന് ഉപയോഗിക്കുന്നില്ല. നോക്കൂ, എന്തൊരു ഇഖ്ലാസാണ്, എന്തൊരു ഈമാനാണ്. നമ്മളാണെങ്കിൽ ചിന്തിച്ചു പോകും നമ്മുടെ കറാമത്ത് എന്ന്. ഒരിക്കലും അവിടുന്ന് അങ്ങനെ ചിന്തിച്ചില്ല. എല്ലാം ദുനിയാവെന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് അവിടുന്ന് ചിന്തിക്കുന്നത് ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണം എന്ന് മാത്രമാണ്. അതാണ് മഹാന്മാർ, അതാണ് മഹ്ദികൾ, അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ. അവരുടെ ജീവിതം കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.